ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് കെമിസ്ട്രിയിലെ വൈദ്യുത രസതന്ത്രം എന്ന ഏരിയ ബേസ് ചെയ്തിട്ട് 10th സ്റ്റാൻഡേർഡ് ന്യൂ SCERTയിലെ 5th ലെസൺ സെയിം പേരിൽ തന്നെ വൈദ്യുത രസതന്ത്രം എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഏകദേശം ഒരു 3 ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനാകും. അപ്പോൾ ഈ ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, വൈദ്യുത രസതന്ത്രം എന്താണ്, അതുപോലെ ഗാൽവനിക് സെൽ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത് കേട്ടോ. ക്രിയാശീല ശ്രേണി, പിന്നെ ക്രിയാശീല ശ്രേണിയുടെ പ്രയോഗങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ ഏതൊക്കെയാണ്, ഇലക്ട്രോലൈറ്റ് എന്താണ്, പിന്നെ നമ്മുടെ മോൾട്ടൺ NaClൻ്റെ വൈദ്യുത വിശ്ലേഷണം വരുന്നുണ്ട്, അതുപോലെ തന്നെ അക്വസ് NaClൻ്റെ വൈദ്യുത വിശ്ലേഷണം വരുന്നുണ്ട്, ഇലക്ട്രോപ്ലേറ്റിംഗ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത്. പിന്നെ വിവിധ തരം സെല്ലുകളെക്കുറിച്ചൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പോകാം. നോക്കൂ, ഫസ്റ്റ് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഇതാ നോക്കാം, സെല്ല്. എന്താണ് സെല്ല്? സെല്ലെന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണെന്ന് നമുക്കറിയാം അല്ലേ. രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് സെല്ലെന്ന് പറയുന്നത്. രാസമാറ്റത്തിലൂടെ വൈദ്യുതി നിർമ്മിക്കുന്നതും വൈദ്യുതി ഉപയോഗിച്ച് രാസമാറ്റം ഉണ്ടാക്കുന്നതുമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന രസതന്ത്ര ശാഖയാണ് വൈദ്യുത രസതന്ത്രം. വൈദ്യുത രസതന്ത്രം എന്താണ്? രാസമാറ്റത്തിലൂടെ വൈദ്യുതി നിർമ്മിക്കുന്നതും വൈദ്യുതി ഉപയോഗിച്ച് രാസമാറ്റം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്ന ശാസ്ത്രശാഖ, രസതന്ത്ര ശാഖയാണ് എന്ത്? വൈദ്യുത രസതന്ത്രം. അപ്പോൾ ഇത്തരത്തിൽ മാറ്റം സാധ്യമാക്കുന്ന സംവിധാനങ്ങളെയാണ് വൈദ്യുത രാസസെല്ലുകൾ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വൈദ്യുതി അല്ലെങ്കിൽ രസതന്ത്രവും വൈദ്യുതിയുമായിട്ടുള്ളൊരു കണക്ഷൻ നോക്കിയിട്ട് വരാം നമുക്ക്. 1794 അലക്സാൻഡ്രോ വോൾട്ട 2 വ്യത്യസ്ത ലോഹങ്ങൾ, അതായത് സിങ്ക്, കോപ്പർ പോലെയുള്ള 2 വ്യത്യസ്ത ലോഹങ്ങൾ ഈർപ്പമുള്ള പേപ്പറിൻ്റെ ഇരുവശങ്ങളിലുമായി സ്ഥാപിച്ചുകൊണ്ട് വൈദ്യുതി നിർമ്മിക്കാൻ കഴിയുമെന്നൊരു കണ്ടെത്തൽ നടത്തി. 1794 അലക്സാണ്ടർ വോൾട്ട വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, അതായത് സിങ്ക്, കോപ്പർ പോലെയുള്ള 2 ലോഹങ്ങൾ ഈർപ്പമുള്ള പേപ്പറിൻ്റെ ഇരുവശങ്ങളിലായി സ്ഥാപിച്ചുകൊണ്ട് വൈദ്യുതി നിർമ്മിക്കാൻ കഴിയുമെന്നൊരു കണ്ടെത്തലിലേക്ക് വരികയും 1800കളിൽ വോൾട്ടയുടെ ബാറ്ററി വൈദ്യുത സ്രോതസ്സായി ഉപയോഗിച്ച് ജലത്തെ ഓക്സിജനും ഹൈഡ്രജനുമായി വിഘടിപ്പിക്കാനാവുമെന്നും തെളിയിച്ചു. ഓക്കെ, അപ്പോൾ 1800ൽ വോൾട്ടയുടെ ഈ ഒരു ബാറ്ററി വൈദ്യുത സ്രോതസ്സായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ജലത്തെ ഓക്സിജനും ഹൈഡ്രജനുമായിട്ട് വിഘടിപ്പിക്കാമെന്ന് തെളിയിച്ചത് രസതന്ത്രത്തിൻ്റെ ചരിത്രത്തിലെ അല്ലെങ്കിൽ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ആറ്റങ്ങൾ പോസിറ്റീവ്, നെഗറ്റീവ് വൈദ്യുത ചാർജുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അവ തമ്മിലുള്ള ബന്ധത്തിന് കാരണം ഇതായിരിക്കുമെന്നും ഈ പരീക്ഷണം സൂചിപ്പിച്ചു. അതേസമയം രാസമാറ്റം സംഭവിക്കുന്നതിന് കാരണമായിട്ടുള്ള വൈദ്യുതിയുടെ ഉപയോഗം രസതന്ത്രത്തിൻ്റെ വികാസത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഉരുകിയ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണം വഴി ആദ്യമായി മൂലക സോഡിയം നിർമ്മിച്ചത് ഹംഫ്രി ഡേവിയാണ്. ഒരു ക്വസ്റ്റ്യനുള്ള സ്കോപ്പാണ്, ടേബിളിൽ കിടക്കുന്ന ഫാക്റ്റാണ്, പ്രത്യേകം നോട്ട് ചെയ്യുക. ഉരുകിയ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണം വഴി ആദ്യമായിട്ട് മൂലക സോഡിയം നിർമ്മിച്ച വ്യക്തി ആരാണ്? സർ ഹംഫ്രി ഡേവിയാണ്. ലായനിയിലൂടെ കടന്നു പോകുന്ന വൈദ്യുത ചാർജിൻ്റെ അളവും വൈദ്യുത വിശ്ലേഷണ ഉൽപ്പന്നങ്ങളുടെ അളവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ മൈക്കിൾ ഫാരഡേക്ക് കഴിയുകയും ചെയ്തു. 2 പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. ഉരുകിയ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണം വഴി ആദ്യമായി മൂലക സോഡിയം നിർമ്മിച്ച വ്യക്തി ഹംഫ്രി ഡേവി. ലായനിയിലൂടെ കടന്നു പോകുന്ന വൈദ്യുത ചാർജിൻ്റെ അളവും വൈദ്യുത വിശ്ലേഷണ ഉൽപ്പന്നങ്ങളുടെ അളവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിച്ചത് മൈക്കിൾ ഫാരഡേ. ഓക്കെ, ഇനി നമുക്ക് വൈദ്യുത രാസസെല്ല്. അപ്പോൾ വൈദ്യുത രാസസെല്ല് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇലക്ട്രോ കെമിക്കൽ സെല്ല് എന്താണ്? രാസമാറ്റത്തിലൂടെ വൈദ്യുതി നിർമ്മിക്കുന്നതും അതുപോലെ വൈദ്യുതി ഉപയോഗിച്ച് രാസമാറ്റം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് എന്തെന്ന് പറയുന്നത്? വൈദ്യുത രസതന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റം സാധ്യമാക്കുന്ന സംവിധാനങ്ങളെയാണ് വൈദ്യുത രാസസെല്ലുകൾ എന്ന് പറയുന്നതെന്നും പഠിച്ചു. അപ്പോൾ വൈദ്യുത രാസസെല്ലുകൾക്ക് വീണ്ടും 2 ഡിവിഷൻസ് വരികയാണ്: ഗാൽവനിക് സെല്ലുകളും വൈദ്യുത വിശ്ലേഷണ സെല്ലുകളും.
അപ്പോൾ ആദ്യം നമുക്ക് ഗാൽവനിക് സെല്ല് അല്ലെങ്കിൽ ഡാനിയൽ സെല്ലിനെ കുറിച്ച് നോക്കാം. ഓക്കെ, ഗാൽവനിക് സെല്ലിന് ഒരു ഉദാഹരണമായിട്ടാണ് ഡാനിയൽ സെല്ല് പറയുന്നത്. അപ്പോൾ നോക്കാം എന്താണ് ഗാൽവനിക് സെല്ല്. ഗാൽവനിക് സെല്ല് എന്ന് പറയുന്നത് രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ഗാൽവനിക് സെല്ല്. അതായത് രാസോർജം എന്ന് പറയുമ്പോൾ കെമിക്കൽ എനർജി എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക് എനർജിയാക്കി മാറ്റുന്ന സംവിധാനമാണ് ഗാൽവനിക് സെല്ല്. ഗാൽവനിക് സെല്ലിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഡാനിയൽ സെല്ല് പറയാം. അപ്പോൾ ഡാനിയൽ സെല്ല് നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഉണ്ടോ? നമുക്കിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിലേക്ക് വരാം. നോക്കിയേ, പിക്ചർ 5.1 ആണ്. അപ്പോൾ 2 ബീക്കർ എടുത്തിട്ടുണ്ട്. ഒന്നിൽ സിങ്ക് റോഡ് വെച്ചിട്ടുണ്ട്, ഒന്നിൽ കോപ്പറിൻ്റെ റോഡ് വെച്ചിട്ടുണ്ട്. ഇവ തമ്മിലൊരു സാൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. സിങ്കും കോപ്പറും തമ്മിൽ ഒരു ബൾബുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ യു ആകൃതിയിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ 2 ബീക്കറുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ സംഭവത്തിനാണ് എന്ത് പറയുന്നത്? സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സാൾട്ട് ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ ഈ സാൾട്ട് ബ്രിഡ്ജ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കിയിട്ട് വരാം. സാൾട്ട് ബ്രിഡ്ജ് നിഷ്ക്രിയ ഇലക്ട്രോലൈറ്റ് നിറച്ച യു ആകൃതിയിലുള്ള ഗ്ലാസ് ട്യൂബാണ് സാൾട്ട് ബ്രിഡ്ജ്. സാൾട്ട് ബ്രിഡ്ജ് എന്നാൽ നിഷ്ക്രിയ ഇലക്ട്രോലൈറ്റ് നിറച്ച യു ആകൃതിയിലുള്ള ഗ്ലാസ് ട്യൂബാണ് സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അഗർ ഉപയോഗിച്ച് ജെൽ രൂപത്തിലാക്കിയ പൊട്ടാസ്യം ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ്, പൊട്ടാസ്യം നൈട്രേറ്റ് എന്നിവയൊക്കെയാണ് സാധാരണയായിട്ട് ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ് അമോണിയം ക്ലോറൈഡ്, പൊട്ടാസ്യം നൈട്രേറ്റ്, അതുപോലെ പൊട്ടാസ്യം ക്ലോറൈഡ്, ഇതൊക്കെയാണ് സാധാരണ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഈ സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത് എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ ഗാൽവനിക് സെല്ലിൻ്റെ ഓക്സിഡേഷൻ റിഡക്ഷൻ അർദ്ധസെല്ലുകളെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓക്സിഡേഷൻ റിഡക്ഷൻ അർദ്ധസെല്ലുകളെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പരസ്പരം കലരാതെ 2 ലായനികൾക്കിടയിൽ വൈദ്യുത ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ സർക്യൂട്ട് അല്ലെങ്കിൽ ആന്തരിക സർക്യൂട്ടിനുള്ളിൽ ഈ വൈദ്യുത നിർവീര്യത അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ ഉറപ്പാക്കിയിട്ട് സുഗമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സെല്ലിൻ്റെ പ്രവർത്തനം നടക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? സാൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നിഷ്ക്രിയ ഇലക്ട്രോലൈറ്റ് നിറച്ച യു ആകൃതിയിലുള്ള ഗ്ലാസ് ട്യൂബാണ് സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ്, ഇതൊക്കെയാണ് ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. സാൾട്ട് ബ്രിഡ്ജിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി വെക്കുക. കാരണം അത് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ടൊക്കെ ചോദിക്കാം. ഇപ്പോൾ ഒരു ഗാൽവനിക് സെല്ലിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ അർദ്ധസെല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഇൻറ്റേർണൽ സർക്യൂട്ട്, അതിൽ വൈദ്യുത നിർവീര്യത അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ ഉറപ്പാക്കിയിട്ട് സുഗമമായിട്ടുള്ള സെല്ലിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സാധ്യമാക്കാൻ വേണ്ടിയിട്ട്, ഈ പരസ്പരം കലരാതെ 2 ലായനികൾക്കിടയിൽ വൈദ്യുത ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് സാൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഈ ഒരു ഗാൽവനിക് സെല്ലിൻ്റെ ചിത്രത്തിലേക്ക് വരാം. ഇപ്പോൾ ഇവിടെ നോക്കാം കേട്ടോ. ഇവിടെ കണ്ടോ, ZnSO4 ഒരു ബീക്കറിൽ എടുത്തിട്ടുണ്ട്, മറ്റൊരു ബീക്കറിൽ CuSO4 എടുത്തിട്ടുണ്ട്. നോക്കാം. ഓക്കെ, അപ്പോൾ സിങ്കിനെ ഒരു ഇലക്ട്രോഡായിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ കോപ്പറിനെ മറ്റൊരു ഇലക്ട്രോഡായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഡാനിയൽ സെല്ലിൻ്റെ ഒരു ചിത്രീകരണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നോക്കിയിട്ട് വരാം. സിങ്ക് ഇലക്ട്രോഡിനെ എന്ത് ചെയ്തിരിക്കുന്നു? സിങ്ക് സൾഫേറ്റ് ലായനിയിലും കോപ്പർ ഇലക്ട്രോഡിനെ കോപ്പർ സൾഫേറ്റ് ലായനിയിലും മുക്കി വെച്ചിട്ട് അവയെ സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ യു ഷേപ്പ് സംഭവമാണ് എന്ത്? സാൾട്ട് ബ്രിഡ്ജ്. സാൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ട് ഇവയെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു സംവിധാനം ഇതിനെയാണ് എന്ത് പറയുന്നത്? ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. എന്നിട്ട് സിങ്കിൻ്റെ ആ ഒരു ഇലക്ട്രോഡും കോപ്പറിൻ്റെ ഇലക്ട്രോഡും തമ്മിൽ ഗാൽവനോമീറ്റർ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഡാനിയൽ സെല്ലിൽ ആനോഡായിട്ട് പ്രവർത്തിക്കുന്നത് ഏതാണ്? സിങ്കാണ് അല്ലേ. സിങ്ക് നമുക്കറിയാം. ആനോഡ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവാണ്. ആനോഡ് പോസിറ്റീവാണ്. പക്ഷേ ഈ ഗാൽവനോമീറ്റർ അല്ലെങ്കിൽ ഡാനിയൽ സെല്ലിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ ആനോഡ് നെഗറ്റീവാണ്. ബാക്കി എല്ലായിടത്തും ആനോഡ് പോസിറ്റീവായിരിക്കും കേട്ടോ. ഗാൽവനോമീറ്ററിൽ പോസിറ്റീവായിട്ട് വരുന്നത് കാഥോഡും നെഗറ്റീവായിട്ട് വരുന്നത് ആനോഡുമാണ്. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഗാൽവനിക് സെല്ലിൻ്റെ മാത്രം പ്രത്യേകതയാണത്. അപ്പോൾ ഇവിടെ കണ്ടോ, ഡാനിയൽ സെല്ലിൽ ആനോഡായി പ്രവർത്തിക്കുന്നത് ഏതാണ്? സിങ്ക് ഇലക്ട്രോഡാണ്. സിങ്ക് ഇലക്ട്രോഡ്. ഇനി അതുപോലെ തന്നെ കാഥോഡായി പ്രവർത്തിക്കുന്ന ഏതാണ്? കോപ്പർ ഇലക്ട്രോഡാണ്. കോപ്പർ ഇലക്ട്രോഡ്. ഗാൽവനോമീറ്ററിൻ്റെ കേസിൽ മാത്രം പോസിറ്റീവായിട്ടുള്ളത് കാഥോഡും നെഗറ്റീവായിട്ടുള്ളത് ആനോഡുമാണ്. ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് കൺഫ്യൂഷൻ വരും. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ,
ഇനി ഇവിടെ ഇലക്ട്രോണിൻ്റെ പ്രവാഹം നടക്കുന്നത്, ഇലക്ട്രോണിൻ്റെ ഫ്ലോ നടക്കുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? സിങ്ക് ദണ്ടിൽ നിന്ന് കോപ്പർ ദണ്ടിലേക്കാണ്. അതായത് ഇലക്ട്രോൺ പ്രവാഹം ഈ ഡാനിയൽ സെല്ലിൽ നടക്കുന്നത് എവിടെ നിന്നാണ്? ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ്, സിങ്കിൽ നിന്ന് കോപ്പറിലേക്കാണ്. അതുപോലെ വൈദ്യുത പ്രവാഹമാണെങ്കിൽ നേരെ തിരിച്ചാണ്. മനസ്സിലാവുന്നുണ്ടോ? കാഥോഡിൽ നിന്ന് ആനോഡിലേക്കാണ് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത്. പക്ഷേ ഇലക്ട്രോണിൻ്റെ ഫ്ലോ നടക്കുന്നത് എവിടെയാണ്? ആനോഡ് ടു കാഥോഡാണ്. സിങ്ക് ദണ്ടിൽ നിന്ന് കോപ്പർ ദണ്ടിലേക്ക് വൈദ്യുത പ്രവാഹവും സിങ്ക് ദണ്ടിൽ നിന്ന് കോപ്പർ ദണ്ടിലേക്ക് ഇലക്ട്രോൺ പ്രവാഹവും അതുപോലെ കോപ്പർ ദണ്ടിൽ നിന്ന് സിങ്ക് ദണ്ടിലേക്ക് വൈദ്യുത പ്രവാഹവും നടക്കുന്നു. പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക, ഗാൽവനോമീറ്ററിൻ്റെ പ്രത്യേകതയാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി ഓരോ ഇലക്ട്രോഡിലും സംഭവിക്കുന്ന പ്രവർത്തനമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആനോഡിൽ നടക്കുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം എന്ന് പറയുന്നത്. ഓർക്കുക, ആനോഡിൽ നടക്കുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ഇപ്പോൾ സിങ്ക് ആണ് ഇവിടുത്തെ ആനോഡ് എന്ന് പറയുന്നത്. ഗാൽവനോമീറ്ററിൽ ആനോഡായിട്ടുള്ളത് സിങ്ക് ആണ്, നെഗറ്റീവ് ചാർജാണ് ആനോഡിന്. ഏതിൻ്റെ കേസിലാണ്? ഗാൽവനോമീറ്ററിൻ്റെ കേസിലാണ്. ഇപ്പോൾ സിങ്ക് ഇലക്ട്രോഡിൽ നടന്നത് ഏത് തരം രാസപ്രവർത്തനമാണ്? ഓക്സീകരണമാണ്. ഓക്കെ, ഓക്സീകരണമാണ് എവിടെ നടക്കുന്നത്? സിങ്കിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഇതാ നോക്കി, സിങ്ക് എന്ത് ചെയ്തു? സിങ്ക് 2+ ആയിട്ടും അതുപോലെ 2 ഇലക്ട്രോണെ റിലീസ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി അടുത്തത് കോപ്പർ ഇലക്ട്രോഡ്. കോപ്പർ ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നിരോക്സീകരണമാണ് സംഭവിക്കുന്നത്. നിരോക്സീകരണം സംഭവിച്ചിട്ട് കാഥോഡിൽ Cu2+ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് കോപ്പറായിട്ട് മാറുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ സിങ്ക് ഇലക്ട്രോഡിൽ നടന്നത് ഓക്സീകരണം, കോപ്പർ ഇലക്ട്രോഡിൽ നടന്നത് നിരോക്സീകരണമാണ്. ഈ ഓക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡിനെയാണ് എന്ത് പറയുന്നത്? ആനോഡ് എന്ന് പറയുന്നത്. ഓക്സീകരണം എവിടെ സംഭവിക്കുന്നോ അത് ആനോഡാണ്. അതുപോലെ നിരോക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡിനെയാണ് എന്ത് പറയുന്നത്? കാഥോഡ് എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കുക ഇതൊക്കെ കേട്ടോ. ഇനി ഈ ഡാനിയൽ സെല്ലിൽ ഈ 2 പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിനെന്ത് പറയാം? റിഡോസ് റിയാക്ഷൻ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഡാനിയൽ സെല്ലിൽ നടക്കുന്ന ഈ ആനോഡിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും അതുപോലെ കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനങ്ങളോട് ചേർത്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ വന്നിട്ട് അതായത് റിഡോസ് റിയാക്ഷൻ്റെ ഇക്വേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സെല്ലിൻ്റെ പ്രവർത്തനം എന്ന് പറയുമ്പം ആദ്യം ആനോഡിൽ നടക്കുന്ന 2 കാര്യങ്ങളും ഇവിടെ എഴുതി വയ്ക്കുക. അത് കഴിയുമ്പോൾ എന്താണ് ആ ഒരു ഇക്വേഷൻ്റെ മറു സൈഡ് കൂടി ചേർത്ത് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷനോട് ചേർത്ത് എഴുതുമ്പോൾ സെൽ പ്രവർത്തനം അതായത് റിഡോക്സ് റിയാക്ഷനാണ് ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഡാനിയൽ സെല്ല് അല്ലെങ്കിൽ ഗാൽവനിക് സെല്ലിൽ റിഡോക്സ് പ്രവർത്തനം നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? വൈദ്യുത പ്രവാഹം ഉണ്ടാവുന്നത്. വൈദ്യുത പ്രവാഹം എങ്ങോട്ടാണ് ഉണ്ടാവുന്നത്? കാഥോഡിൽ നിന്ന് ആനോഡിലേക്കാണ് എന്തുണ്ടാവുന്നത്? വൈദ്യുത പ്രവാഹം ഉണ്ടാവുന്നത്. ഇവിടെ കോപ്പറിൻ്റെ ഇലക്ട്രോഡിൽ നിന്ന് സിങ്കിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തൊരു ഭാഗം ഇതാ നോക്കാം. എക്സ്പെരിമെൻ്റ് ജസ്റ്റ് മാറ്റിയിട്ടൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട്. അത് ഇലക്ട്രോണിൻ്റെ ജോഡികളൊക്കെ മാറ്റിയിട്ട് അലുമിനിയവും കോപ്പറും ഇലക്ട്രോൺ ജോഡികളാക്കി വെക്കുമ്പോൾ ഇലക്ട്രോണിൻ്റെ പ്രവാഹ ദിശ എന്ന് പറയുന്നത്, ഇലക്ട്രോണിൻ്റെ ഫ്ലോ എപ്പോഴും എങ്ങനെയായിരിക്കും എന്നാണ് പറഞ്ഞത്? ആനോഡിൽ നിന്ന് കാഥോഡിലേക്കായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആനോഡ് ഏതായിരിക്കും? അലുമിനിയം ആയിരിക്കും, ഇവിടെ കോപ്പറും ആയിരിക്കും. ഇലക്ട്രോണിൻ്റെ ദിശ എങ്ങനെയായിരിക്കും? അലുമിനിയത്തിൽ നിന്ന് കോപ്പറിലേക്ക്. ഓക്കെ, ഇനി ആനോഡിലെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അലുമിനിയം 3 ഇലക്ട്രോണിനെയാണ് റിലീസ് ചെയ്യുക അല്ലേ? അലുമിനിയം 3 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യും. എന്നിട്ട് Al3+ അയോണും 3 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുകയും ചെയ്യും. കോപ്പർ എന്ത് ചെയ്യും? കോപ്പർ 2 ഇലക്ട്രോണിനെ, കോപ്പർ അയണാണ്, അയൺ എന്ത് ചെയ്യുന്നുണ്ട്? 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് കോപ്പറായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ സെൽ പ്രവർത്തനം അല്ലെങ്കിൽ റിഡോസ് റിയാക്ഷൻ എഴുതാൻ നമുക്ക് കിട്ടുമല്ലോ. ഇനി അടുത്ത ഭാഗം ഇത് രണ്ടും നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി അപ്പോൾ എങ്ങനെയാണ് ആനോഡ് ഏതാണ് അല്ലെങ്കിൽ കാഥോഡ് ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ അത് പഠിക്കണം അല്ലെങ്കിൽ അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം റിയാക്ടിവിറ്റി സീരീസ് നോക്കണം. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ആനോഡായിട്ട് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നിരിക്കുന്നതിൽ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ളതാണ് കാഥോഡായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ Ag കോപ്പർ ഇത് കണ്ടോ, ഈ Agയും കോപ്പർ അത് സിൽവറും കോപ്പറുമാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ
എന്ത് ചെയ്യണം, ഇതിലേതാണ് റിയാക്ടിവിറ്റി കൂടുതലുള്ളതെന്ന് നോക്കാം. റിയാക്ടിവിറ്റി കൂടുതലുള്ളതിനെയാണ് ആനോഡായിട്ട് പരിഗണിക്കുക. അപ്പോൾ ആ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ആ ക്ലാസ് കണ്ടവർക്ക് അറിയാനായിട്ട് പറ്റും. കോപ്പറിനാണ് ഇവിടെ റിയാക്ടിവിറ്റി കൂടുതൽ. അപ്പോൾ റിയാക്ടിവിറ്റി കൂടുതലുള്ള ആളെയാണ് ആനോഡായിട്ട് സെലക്ട് ചെയ്യുക. തന്നിരിക്കുന്നതിൽ റിയാക്ടിവിറ്റി കുറഞ്ഞ ആളെയാണ് കാഥോഡായിട്ട് സെലക്ട് ചെയ്യുക. അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആനോഡിലാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. കാഥോഡിലാണെങ്കിൽ ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത് മെഗ്നീഷ്യവും കോപ്പറും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഹൈലി റിയാക്റ്റീവ് തന്നിരിക്കുകയും മെഗ്നീഷ്യം ആണോ കോപ്പറാണോ ഹൈലി റിയാക്റ്റീവ് നോക്കുക. മെഗ്നീഷ്യമാണ്. അപ്പോൾ മെഗ്നീഷ്യത്തിനെ ആനോഡായിട്ട് സെലക്ട് ചെയ്യും. ബാക്കിയുള്ളത് ഏതാണോ അതിനെ എന്ത് ചെയ്യും, കാഥോഡായിട്ടും സെലക്ട് ചെയ്യും. എപ്പോഴും ആനോഡിൽ എന്താ ചെയ്യുന്നത്, ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, കാഥോഡിലാണെങ്കിൽ ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കാര്യം പ്രത്യേകം ഓർത്ത് വെച്ചേക്കാം. ഇനി ക്രിയാശീല ശ്രേണി പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങൾ കോംപ്ലിക്കേഷൻ ഒഴിവാക്കിയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രിയാശീല ശ്രേണി നോക്കാം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, എന്താണ് PSC എക്സാം എഴുതാനായിട്ട് മാസിൻ എന്നൊരു കുട്ടി ബോക്സിൽ ലഡുവായിട്ട് പോയി എന്നൊക്കെ പറഞ്ഞൊരു കഥ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ കോഡ് ഓർമ്മയുണ്ടോ? ഓക്കെ, പോകുന്ന വഴിക്ക് ഹൈഡ്രജൻ ബലൂൺ കണ്ടു, കോപ്സിൻ്റെ എക്സാം എഴുതി, ഗോൾഡ് മെഡൽ കിട്ടി എന്നൊക്കെ പറഞ്ഞൊരു കോഡ് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ കോഡ് ഉപയോഗിച്ചിട്ടാണ് നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കി വയ്ക്കാനായിട്ട് പറ്റുക. അപ്പോൾ നോക്കാം ക്രിയാശീല ശ്രേണി എന്താണ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ക്രിയാശീല ശ്രേണി എന്ന് പറയുമ്പോൾ മൂലകങ്ങളെ അവയുടെ ക്രിയാശീലത്തിൻ്റെ ആരോഹണക്രമത്തിൽ ഡിസെൻഡിങ് ഓർഡറിൽ രേഖപ്പെടുത്തുന്ന പട്ടികയാണ് എന്ന് പറയുന്നത് ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത്. ഓക്കെ, ക്രിയാശീല ശ്രേണി മൂലകങ്ങളെ അവയുടെ ക്രിയാശീലത്തിൻ്റെ ആരോഹണക്രമത്തിൽ ഡിസെൻഡിങ് ഓർഡറിൽ, അതായത് ആ ഒരു ക്രിയാശീല ഈ ഒരു ശ്രേണിയിൽ മുകളിലുള്ള ആൾക്കാരായിരിക്കും എന്ത്, ഹൈലി റിയാക്റ്റീവ് എന്ന് പറയുന്നത്. താഴേക്ക് പോകും തോറും അവയ്ക്ക് റിയാക്ടിവിറ്റി കുറവാണ്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പോൾ സിൽവറും ഗോൾഡും ഒക്കെ നമ്മൾ ഓർണമെൻറ്റ്സും ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ലേ? അത് ഹൈലി റിയാക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ പൊട്ടാസ്യവും സോഡിയം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. അത് വെറുതെ നമ്മളിങ്ങനെ പുറത്തെടുത്ത് വെച്ചാൽ എന്ത് ചെയ്യും, റിയാക്ഷൻ നടക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അവ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്. അപ്പം ഈ ഒരു ഡിസെൻഡിങ് ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്രിയാശീല ശ്രേണിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് മൂലകങ്ങളെ. ഓർക്കുക, മൂലകങ്ങളെ അവയുടെ ക്രിയാശീലത്തിൻ്റെ അവരോഹണ ക്രമത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പട്ടികയാണ് ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത്. ഓക്കെ, പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മെഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. മനസ്സിലാക്കേണ്ടത് ഈ ഹൈഡ്രജൻ്റെ മുകളിലുള്ള ഇത്രയും ആൾക്കാരെന്ന് പറയുന്നത് റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ പൊട്ടാസ്യത്തിനാണോ ലെഡിനാണോ കൂടുതൽ റിയാക്ടിവിറ്റി എന്ന് ചോദിച്ചാൽ പൊട്ടാസ്യത്തിനാണ്. പിന്നെ താഴേക്ക് വരുന്തോറും അതിന് റിയാക്ടിവിറ്റി കുറഞ്ഞാണ് വരുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത് ഡിസെൻഡിങ് ഓർഡറിലാണ് ഇതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിനി രണ്ട് മൂലകങ്ങൾ തന്നിട്ട് നോക്കിയാൽ സോഡിയം തന്നിട്ടുണ്ട്, ടിന്നും തന്നിട്ടുണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ ഇതിൽ ആനോഡായിട്ടും കാഥോഡായിട്ടും എങ്ങനെ സെലക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ ഒരു ശ്രേണിയുടെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് തന്നിരിക്കുന്നത് സോഡിയവും അതുപോലെ ടിന്നുമാണെന്ന് വയ്ക്കാം. സോഡിയവും ടിന്നും ആണെന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണ്, ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആനോഡായിട്ട് സെലക്ട് ചെയ്യാവുന്നത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള സോഡിയത്തിനെയും അതുപോലെ കാഥോഡായിട്ട് സെലക്ട് ചെയ്യാവുന്നത് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ടിന്നിനെയും ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഇനി അതുപോലെ മെഗ്നീഷ്യം തന്നിട്ടുണ്ട്, നമുക്ക് സിൽവറും തന്നിട്ടുണ്ട്. ഇതിൽ മെഗ്നീഷ്യം എന്തായിരിക്കും, ആനോഡായിരിക്കും. അതുപോലെ സിൽവർ എന്തായിരിക്കും, കാഥോഡും ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ് ആനോഡ് ഏതാണ് കാഥോഡ് ഏതാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ആ ഒരു കോഡ് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. ഇത് നോക്കാം. PSC എക്സാം എഴുതാനായിട്ട് മാസിൻ എന്നൊരു കുട്ടി ഒരു ടിന്നിൽ നിറയെ ലഡുവുമായിട്ട് പോവാണ്. ആ പോകുന്ന വഴിക്ക് അവൻ എന്ത് കണ്ടു, ഹൈഡ്രജൻ ബലൂൺ കണ്ടു. അവൻ പോകുന്നത് ഏത് എക്സാം എഴുതാനാണ്, PSCയുടെ കോപ്സിൻ്റെ എക്സാം എഴുതാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവൻ എന്ത് കിട്ടി, ഗോൾഡ് മെഡൽ കിട്ടി. ഇതാണ് കോഡ്. ഇനി ഞാൻ ഈ പറഞ്ഞ കോഡ് എന്താണ്, P ഫോർ പൊട്ടാസ്യം. പൊട്ടാസ്യത്തിൻ്റെ ഈ പൊട്ടാസ്യം എന്ന് എഴുതുമ്പോൾ ഉള്ള P ആണ് എടുക്കേണ്ടത്, അതിൻ്റെ സിമ്പിൾ അല്ല കേട്ടോ. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മെഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ. അയൺ എന്നുള്ളതിനൊക്കെ Fe എന്നാണ്, പക്ഷെ നമ്മൾ അയൺ എന്ന് എഴുതുമ്പോൾ ക്യാപിറ്റൽ I ഇല്ലേ, ആ I ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, നിക്കൽ. പിന്നെ അടുത്തത് ടിന്നിൽ എന്തുണ്ട്, ലഡു. ഓക്കെ, പോയ വഴിക്കാൻ എന്ത് കണ്ടു, ഹൈഡ്രജൻ ബലൂൺ കണ്ടു. എന്ത് എക്സാം എഴുതാനായിട്ടാണ് പോയത്, കോപ്സിൻ്റെ എക്സാം എഴുതാനായിട്ടാണ് പോയത്. ഓക്കെ, എന്നിട്ട് കോപ്പർ, മെർക്കുറി, അതുപോലെ തന്നെ സിൽവർ, പിന്നെ ഗോൾഡ് മെഡൽ ലഭിച്ചു. ഓക്കെ, ഈ രീതിയിലാണ് ആ ഒരു കോഡ് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത്. അപ്പോൾ നമുക്കത് ഓർഡറിൽ കിട്ടുകയും ചെയ്യും, പഠിക്കാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ്സിൽ ഏത് ചാപ്റ്ററാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് എന്താണെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക്
ഈ റിയാക്ടിവിറ്റി സീരീസിൻ്റെ പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാനായിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ആദേശം ചെയ്യപ്പെടുന്ന ലോഹം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ക്രിയാശീല ശ്രേണി ഉപയോഗിക്കുന്നുണ്ട്. അതായത് ആദേശ രാസപ്രവർത്തനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അത് ആദേശം ചെയ്യപ്പെടുന്ന ലോഹം ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാം, ക്രിയാശീല ശ്രേണി ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ ഇവിടെ നോക്കുക, CuSO4 ലായനിയുടെ നിറത്തിന് എന്തെങ്കിലും ഒരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. ഒരു ബീക്കറിലെ കോപ്പർ സൾഫേറ്റ് ലായനി, കോപ്പർ സൾഫേറ്റിൻ്റെ കളർ അറിയാലോ, അതിലേക്ക് സിങ്ക് ദണ്ട് താഴ്ത്തി വയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഈ കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നിറത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ, സിങ്ക് ദണ്ടിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്, ലായനിയുടെ നിറം മങ്ങുന്നതിനുള്ള കാരണം എന്താണെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോപ്പർ സൾഫേറ്റ് ലായനിയിലേക്ക് സിങ്ക് ദണ്ട് താഴ്ത്തി വയ്ക്കുമ്പോൾ അവിടെ ഒരു രാസപ്രവർത്തനം നടക്കും അല്ലേ. സിങ്കും കോപ്പർ സൾഫേറ്റും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് സിങ്ക് സൾഫേറ്റും കോപ്പറുമായിട്ട് മാറും. അപ്പോൾ സിങ്കിന് എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സീകരണമാണ് സംഭവിക്കുന്നത്, കോപ്പറിന് നിരോക്സീകരണമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറം എന്ത് ചെയ്യും, ചെറുതായിട്ടൊന്ന് മങ്ങും. കാരണം എന്താ, അതിലെ കോപ്പറിൻ്റെ അയോണിൻ്റെ ഗാഢതയിലുള്ള കുറവ് കാരണം ആ ഒരു നീല നിറം ചെറുതായിട്ടൊന്ന് മങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ക്രിയാശീലം കൂടിയത് ഇവിടെ ആർക്കാ, കോപ്പറിനാണോ സിങ്കിനാണോ, ആർക്കാണ് ക്രിയാശീലം കൂടിയത്, സിങ്കിനാണ്. അപ്പോൾ സിങ്ക് എന്ത് ചെയ്യും, ക്രിയാശീലം കുറഞ്ഞ കോപ്പറിനെ അതിൻ്റെ ലവണ ലായനിയായിട്ടുള്ള CuSO4ൽ നിന്ന് ആദേശം ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് Cu2+ അയോണുകളുടെ ഗാഢത കുറയുന്ന കാരണം ഈ CuSO4ലെ കോപ്പർ സൾഫേറ്റ് ഒരു എന്താണ്, പച്ച തുരിശല്ലേ, തുരിശ് ഒരു പച്ച കളറാണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ലായനിയുടെ കളറ് ഒന്ന് മങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ക്രിയാശീല ശ്രേണിയുടെ പ്രയോഗങ്ങളിൽ രണ്ടാമത്തെ പോയിന്റ് വരുന്നത് ഓക്സീകാരി, നിരോക്സീകാരി എന്നിവയെ തിരിച്ചറിയാനായിട്ട് നമുക്ക് ക്രിയാശീല ശ്രേണി ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. അതായത് ഓക്സീകരണം നടക്കുന്നത് എപ്പോഴും എവിടെയാ, ആനോഡിലാണ്. ആനോഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, റിയാക്ടിവിറ്റി കൂടുതലുള്ളവയല്ലേ ആനോഡായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ റിയാക്ടിവിറ്റി കുറവുള്ളത് എന്തായിരിക്കും, കാഥോഡും ആയിരിക്കും. അപ്പോൾ ഓക്സീകാരി അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ നിരോക്സീകാരിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രിയാശീല ശ്രേണി പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ക്രിയാശീലം കൂടിയ ലോഹത്തിന് എന്താ സംഭവിക്കുക, ഓക്സീകരണമാണ് സംഭവിക്കുക. ക്രിയാശീലം കുറഞ്ഞ അയോണിന് എന്താ സംഭവിക്കുന്നത്, നിരോക്സീകരണമായിരിക്കും സംഭവിക്കുന്നത്. ക്രിയാശീലം കൂടിയ ലോഹത്തിന് ഓക്സീകരണവും ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിന് അല്ലെങ്കിൽ കുറഞ്ഞ അയോണിന് നിരോക്സീകരണവുമാണ് സംഭവിക്കുന്നത്. ക്രിയാശീലം കൂടിയ ലോഹത്തിന് ഓക്സീകരണം ആണ് സംഭവിക്കുക. അതായത് ഇപ്പോൾ എന്താ ചെയ്യുന്നത്, അത് അയോണിനെ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ്, ലോഹമാണ് അല്ലേ, ലോഹം അയോണിനെ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു പ്രവർത്തനത്തിന് ശേഷമാണ് അവിടെ അയോൺ ഫോം ചെയ്യുന്നത്. പക്ഷേ നിരോക്സീകരണം സംഭവിക്കുന്ന ആർക്കാണ്, അയണുകൾക്കാണ് എന്ത് ചെയ്യുന്നത്, നിരോക്സീകരണം സംഭവിക്കുന്നത്. അപ്പോൾ ക്രിയാശീലം കൂടിയ ലോഹത്തിന് ഓക്സീകരണവും ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിൻ്റെ അയോണിനാണ് എന്ത് സംഭവിക്കുന്നത്, നിരോക്സീകരണം സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി ഓക്സീകരണത്തിന് കാരണമായ പദാർത്ഥത്തെ ഓക്സീകാരി എന്നും നിരോക്സീകരണത്തിന് കാരണമായ പദാർത്ഥത്തെ നിരോക്സീകാരി എന്നും വിളിക്കാം. അപ്പോൾ ഒരു റിഡോസ് പ്രവർത്തനമാണ് നടക്കുന്നതെങ്കിൽ ഓക്സീകാരിക്ക് നിരോക്സീകരണവും നിരോക്സീകാരിക്ക് എന്ത് സംഭവിക്കണം, ഓക്സീകരണവുമാണ് സംഭവിക്കുക. റിഡോക്സ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രവർത്തനത്തിൽ ഓക്സീകരണവും നടക്കും നിരോക്സീകരണവും നടക്കും. അതിനാണ് എന്ത് പറയുക, റിഡോസ് രാസപ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ റിഡോസ് പ്രവർത്തനത്തിൽ ഓക്സീകാരിക്ക് നിരോക്സീകരണമാണ് സംഭവിക്കുക, നിരോക്സീകാരിക്ക് ഓക്സീകരണവുമായിരിക്കും സംഭവിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കാം നമുക്ക്. പിന്നെ ഇത് റിഡോക്സ് പ്രവർത്തനത്തിൽ ക്രിയാശീലം കൂടിയ ലോഹം നിരോക്സീകാരിയായിട്ടും ക്രിയാശീലം കുറഞ്ഞ ലോഹം ഓക്സീകാരിയായിട്ടും പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. മൂന്നാമത്തെ പോയിന്റ്, ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ്റെ ആദേശം തിരിച്ചറിയുന്നതിനായിട്ടും ക്രിയാശീല ശ്രേണി പ്രയോജനപ്പെടുത്താം. അതായത് ക്രിയാശീല ശ്രേണിയിൽ ഹൈഡ്രജന് മുകളിൽ വരുന്ന ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡിൽ നിന്ന് എന്ത് ചെയ്യും, ഹൈഡ്രജനെ ആദേശം ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പോയിന്റ് വരുന്നത്. ക്രിയാശീല ശ്രേണിയിൽ ഹൈഡ്രജന് മുകളിൽ വരുന്ന ലോഹങ്ങളുണ്ടല്ലോ, അവയെ നേർപ്പിച്ച ആസിഡിൽ നിന്ന് അവ എന്ത് ചെയ്യും, ഹൈഡ്രജനെ ആദേശം ചെയ്യുകയാണ് ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി അടുത്തത് വൈദ്യുത വിശ്ലേഷണ സെല്ലുകളെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, വൈദ്യുത ഊർജം പ്രയോജനപ്പെടുത്തി രാസമാറ്റം സംഭവിക്കുന്ന സെല്ലുകളുണ്ട്. ഇത്തരം സെല്ലുകളെ വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ വൈദ്യുത ഊർജത്തെ രാസോർജമാക്കി മാറ്റുന്ന സെല്ലുകളാണ് ഇലക്ട്രോലൈറ്റിക് സെല്ലുകൾ അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ എന്ന് പറയുന്നത്. വൈദ്യുതോർജത്തെ രാസോർജമാക്കി മാറ്റുന്ന സെല്ലുകളാണ് എന്തെന്ന് പറയുന്നത്, വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ, ആസിഡ് ചേർത്ത ജലം വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായി മാറുകയാണ് ചെയ്യുന്നത്.
ഈ പ്രവർത്തനത്തിന് കാരണമായത് പുറമേ നിന്നുള്ള വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഇലക്ട്രോഡുകൾ വഴി ലായനിയിലേക്കുണ്ടായ വൈദ്യുത പ്രവാഹമാണ്. അപ്പോൾ നോക്കാം, വൈദ്യുതി വിശ്ലേഷണത്തിലൂടെ ആസിഡുകൾ ചേർത്ത ജലം വിഘടിപ്പിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റുന്ന ഒരു എക്സാമ്പിളാണ് നമ്മൾ മുകളിൽ കണ്ടത്. നമ്മൾ എക്സാമ്പിൾ വായിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പോൾ വൈദ്യുതി വിശ്ലേഷണത്തിലൂടെയാണ് ആസിഡ് ചേർത്ത ജലത്തെ വിഘടിപ്പിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റിയത്. അപ്പോൾ അതിന് സഹായിക്കുന്നതിന് എന്ത് വേണം? പുറമേ നിന്നുള്ള വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഇലക്ട്രോഡുകൾ വഴി ലായനിയിലേക്കുണ്ടായിട്ടുള്ള വൈദ്യുതി പ്രവാഹം കാരണമാണ് എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു രാസപ്രവർത്തനം നടന്നത്. അപ്പോൾ വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റുകൾ അതായത് ഉരുകിയ അവസ്ഥയിലോ ജലീയ ലായനി രൂപത്തിലോ വൈദ്യുതി കടത്തിവിടുകയും രാസമാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. വൈദ്യുതി കടത്തിവിടുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് രാസമാറ്റത്തിന് വിധേയമാകുന്ന പ്രവർത്തനത്തെയാണ് ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നത്, വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ എന്താ പറഞ്ഞതെന്ന്? ഉരുകിയ അവസ്ഥയിലോ അല്ലെങ്കിൽ അക്വസ് രൂപത്തിലോ ഉള്ള ദ്രാവകങ്ങളിലൂടെ അല്ലെങ്കിൽ അതിലൂടെ വൈദ്യുതി കടത്തിവിടുകയും അത് രാസപ്രവർത്തനത്തിന് വിധേയമാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പദാർത്ഥങ്ങളെയാണ് എന്ത് പറയുക? ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. ഉരുകിയ അവസ്ഥയിലാകാം അല്ലെങ്കിൽ ജലീയ ലായനി രൂപത്തിലും ആകാം ഇലക്ട്രോലൈറ്റുകൾ. അപ്പോൾ അതിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാവുന്ന പദാർത്ഥങ്ങളെയാണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വൈദ്യുതി കടത്തിവിടുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് രാസമാറ്റത്തിന് വിധേയമാകുന്ന പ്രവർത്തനത്തിനെയാണ് എന്ത് പറയുക? ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ആസിഡുകളായിട്ടുള്ള നോക്കിയേ, അതിന് മുന്നേ ഇവിടെ മറ്റൊരു പോയിന്റ് ഉണ്ട്, നോക്കാം. ഇലക്ട്രോലൈറ്റിലെ വൈദ്യുത ചാലകതയ്ക്ക് കാരണമായിട്ടുള്ളത് ദ്രാവക അവസ്ഥയിലോ ജലീയ ലായനിയിലോ ഇലക്ട്രോലൈറ്റുകളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന അയോണുകളാണ്. ദ്രാവക അവസ്ഥയിലോ ജലീയ ലായനികളിലോ ഇലക്ട്രോലൈറ്റുകളിൽ എന്തുണ്ട്? അയോണുകൾ കാണപ്പെടുന്നുണ്ട്. ഈ അയോണുകൾ സ്വതന്ത്രമായി സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ഈ അയോണുകൾ കാരണമാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോലൈറ്റിൽ വൈദ്യുത ചാലകത സംഭവിക്കുന്നത്. അപ്പോൾ ആസിഡുകൾ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അതുപോലെ കുറച്ച് ആൽക്കലികൾ തന്നിട്ടുണ്ട്, കുറച്ച് ജലീയ ലായനികൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആസിഡുകൾ അതായത് HCl, H2SO4, HNO3, CH3COH ഇതുപോലെയുള്ള ആസിഡുകൾ, പിന്നെ ആൽക്കലികൾ എന്നിവയുടെ ജലീയ ലായനികളിലൊക്കെ എന്തുണ്ട്? സ്വതന്ത്ര അയോണുകൾ ഉണ്ടായിരിക്കും. ഇനി ഈ NaCl, KCl പോലെയുള്ള ലവണങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ ലവണങ്ങളുടെ ജലീയ ലായനികളിലും അതുപോലെ തന്നെ അവയുടെ ഉരുകിയ അവസ്ഥ മോൾട്ടൺ സ്റ്റേറ്റിലും ഒക്കെ എന്തുണ്ട്? സ്വതന്ത്ര അയോണുകൾ കാണപ്പെടുന്നുണ്ട്. ആസിഡുകളിൽ, ആൽക്കലികൾ, ലവണങ്ങൾ ഇവയിലൊക്കെ എന്തുണ്ട്? ഉരുകിയ അവസ്ഥയിൽ അതുപോലെ ഉരുകിയ അവസ്ഥയിലൊക്കെ എന്ത് കാണപ്പെടുന്നുണ്ട്? സ്വതന്ത്രമായിട്ടുള്ള അയോണുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ജലീയ ലായനികൾ, ലവണങ്ങളുടെ ജലീയ ലായനികളിലും ഉരുകിയ അവസ്ഥയിലും മോൾട്ടൺ സ്റ്റേറ്റിലും അക്വസ് രൂപത്തിലും എന്ത് കാണുന്നുണ്ട്? സ്വതന്ത്ര അയോണുകൾ കാണപ്പെടുന്നുണ്ട്. ഇനി NaCl ഒരു ലവണം അല്ലേ, അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ സോഡിയം ക്ലോറൈഡിന്റെ ഉരുകിയ അവസ്ഥയിൽ നമുക്ക് എന്ത് കാണപ്പെടുന്ന പറഞ്ഞത്? അയോണുകൾ കാണപ്പെടും. ശരിക്കും 2 ടൈപ്പ് അയോണുകളാണ് ഉള്ളത്, പോസിറ്റീവ് അയോണുകളും നെഗറ്റീവ് അയോണുകളും. അപ്പോൾ NaCl എന്ന് പറയുന്ന അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡിന്റെ മോൾട്ടൺ സ്റ്റേറ്റ് ഉരുകിയ അവസ്ഥയിൽ 2 അയോണുകളെ നമുക്ക് കാണാം, Na+ അയോണും Cl- അയോണുകളും. ഓക്കെ, ഇനി ഇലക്ട്രോലൈറ്റിലേക്കും തിരിച്ചും വൈദ്യുതി കടത്തിവിടുന്ന ചാലകങ്ങളാണ് ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത്. ഇലക്ട്രോഡുകൾ, അപ്പോൾ നോക്കിയേ, ഇലക്ട്രോഡുകളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇലക്ട്രോലൈറ്റിലേക്കും തിരിച്ചും വൈദ്യുതി കടത്തിവിടുന്ന ചാലകങ്ങളാണ് ഇലക്ട്രോഡുകൾ. അപ്പോൾ വൈദ്യുത വിശ്ലേഷണ വേളയിൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന ഇലക്ട്രോഡ് ആനോഡായിട്ടും അതുപോലെ നമ്മുടെ ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന ഇലക്ട്രോഡിനെ കാഥോഡായിട്ടുമാണ് പരിഗണിക്കുന്നത്. കാഥോഡിൽ നിരോക്സീകരണവും ആനോഡിൽ ഓക്സീകരണവുമാണ് സംഭവിക്കുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ത്രൂ ഔട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ ആവശ്യമുള്ള പോയിന്റുകളാണ് ഈ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആക്കുക. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന ഇലക്ട്രോഡിനെ ആനോഡ് എന്ന് പറയുന്നു. ആനോഡിൽ ഓക്സീകരണം സംഭവിക്കുന്നു. നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന ഇലക്ട്രോഡിനെ കാഥോഡ് എന്ന് വിളിക്കുന്നു. കാഥോഡിൽ നിരോക്സീകരണവുമാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി പക്ഷേ ഗാൽവനിക് സെല്ലിൽ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഗാൽവനിക് സെല്ലിൽ ഓക്സീകരണം നടക്കുന്ന ആനോഡ് നെഗറ്റീവ് ഇലക്ട്രോഡായും നിരോക്സീകരണം നടക്കുന്ന കാഥോഡ് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടുമാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഗാൽവനിക് സെല്ലിൽ മാത്രമാണ് ആ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. തൊട്ടടുത്ത ക്ലാസ്സിൽ നമ്മൾ മോൾട്ടൺ NaClൻ്റെ വൈദ്യുത വിശ്ലേഷണത്തെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. മോൾട്ടൺ NaCl കൂടാതെ തന്നെ നമുക്ക് അക്വസ് ആയിട്ടുള്ള NaClൻ്റെ വൈദ്യുത വിശ്ലേഷണം പഠിക്കാനുണ്ട്. പിന്നെ ഇലക്ട്രോ പ്ലേറ്റിങ്ങിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെല്ലുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതോടുകൂടിയിട്ട് ഈ ഒരു ചാപ്റ്റർ ഏകദേശം തീരും. അപ്പോൾ ഒരു ക്ലാസ് കൂടി കൊണ്ട് നമുക്കത് തീർക്കാനായിട്ട് മാക്സിമം നോക്കാം. അപ്പോൾ ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക, നമ്മുടെ ടെലഗ്രാമിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്ന LP-UPയുടെ പെയ്ഡ് ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ടെലഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും സ്റ്റേ ട്യൂൺഡ്. താങ്ക്